ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. 12 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 2:00-ഓടുകൂടിയാണ് സംഭവം നടന്നത്. പരിക്കേറ്റവരെ പഹൽഗാമിലുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈസാരൻ പുൽമേടുകളിൽ നിൽക്കുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരർ വെടിയുതിർത്തതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ അടുത്ത് നിന്ന് 3-4 പേർ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറയുന്നു. എന്റെ ഭർത്താവിന് തലയ്ക്കാണ് വെടിയേറ്റത്, അദ്ദേഹം മരണപ്പെട്ടു. കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയിബ ഏറ്റെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അപലപിച്ചു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വിനോദസഞ്ചാരികൾക്കെതിരായ ആക്രമണം വളരെയധികം ഭയപ്പെടുത്തുന്നതാണ്. ഇത് ചെയ്തവർ മൃഗങ്ങളാണ്, മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവർ. അവർ അവഹേളനം മാത്രമേ അർഹിക്കുന്നുള്ളൂ. ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. പഹൽഗാമിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചുവെന്നും ഉടൻ തന്നെ ശ്രീനഗറിലേക്ക് തിരിക്കുമെന്നും ഒമർ അബ്ദുള്ള പറയുന്നു. അതേസമയം ഭീകരർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും പറഞ്ഞു. ആക്രമണത്തിൽ ശക്തമായി അപലപിക്കുന്നു. ഭീരുത്വവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് നടന്നത്. ഭീകരർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. GDPയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ വ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെട്ടു. തുടർ നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചു. സാഹചര്യം വിലയിരുത്തുവാൻ അമിത് ഷാ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ആഭ്യന്തര സെക്രട്ടറി, ഉന്നത ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.